കോടതി തന്നെ ചോദിച്ചത്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപത്തിന് പ്രതിക്രിയയാകുമോ എന്ന് കോടതി തന്നെ ചോദിച്ച ഒരു കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണാധികാരിക്ക് എത്ര ചങ്കുണ്ടെങ്കിലും അതിനെ തകർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളോട് ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 552 ഗ്രാമപഞ്ചായത്തുകളും 83 ബ്ലോക്ക് പഞ്ചായത്തുകളും 54 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനും 7 ജില്ലാ പഞ്ചായത്തും UDFന് ലോട്ടറി അടിച്ചതല്ല, ജനങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചതാണ് എന്ന കാര്യം അതിനൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. കോടതിയുടെ ഓരോ നിരീക്ഷണത്തിലും, കോടതി ജാമ്യം നിഷേധിച്ചിറക്കുന്ന ഓരോ ഉത്തരവിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൻ തോക്കുകൾ എന്താണ് ഇതിൽ വരാത്തത് എന്ന് SITയോട് കോടതി ചോദിക്കുന്നതും, കോടതിക്ക് SITയുടെ മേലുള്ള സമ്മർദ്ദത്തെ അതിനെ ഊഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കോടതി നടത്തുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ അന്വേഷണ സംഘത്തിന്റെ മേലെ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതിന്റെയും മേലെയുള്ള നേതാക്കന്മാരുടെ അറസ്റ്റ് തടയാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഭരണാധികാരിയുടെ പേരാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതികൾക്കും അത് ബോധ്യപ്പെടുകയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കിണഞ്ഞ് ശ്രമിക്കുക, തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇവരുടെ അറസ്റ്റിനെ ഒന്ന് ഒഴിവാക്കി കിട്ടാനുള്ള കിണഞ്ഞ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ ഭരണ നേതൃത്വം, അതിന് കൂട്ടുപിടിക്കുകയാണ് ഭരണ നേതൃത്വം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പത്മകുമാർ എങ്ങനെ ഇപ്പോഴും പാർട്ടിയുടെ നടപടികൾക്ക് വിധേയനാവാതെ മാറി നിൽക്കുന്നത്? ഇതുപോലെ ഒരു കേസിൽ കോടതി ഞെട്ടിക്കുന്നു എന്ന് പറഞ്ഞ മൈൻഡ് ബ്ലോവിംഗ് എന്ന വാക്ക് കോടതി ഉപയോഗിച്ച ഒരു കേസിൽ, അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, മുൻ MLA അവരുടെ പാർട്ടിയുടെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒരിക്കലും നീക്കം ചെയ്യാനോ നടപടിയെടുക്കാനോ സസ്പെൻഡ് ചെയ്യാനോ പോലും തയ്യാറാവാതിരിക്കുന്നതിന്റെ കാര്യവും കാരണവും പത്മകുമാറിന്റെ നടപടിയിലേക്ക് പാർട്ടി കടന്നാൽ പത്മകുമാറും സംസാരിച്ചു തുടങ്ങും. അത് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ പാർട്ടിക്ക് താങ്ങില്ല എന്നുള്ളത് അവരുടെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തേ കോടതി തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തട്ടിപ്പിന് കൂട്ടി നിൽക്കാനല്ലേ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഇതേ പോറ്റിയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ശ്രമിച്ചത് എന്ന് കോടതി തന്നെ നേരിട്ട് ചോദിച്ചില്ലേ? ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും ഒരു അഴിമതി ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരിട്ട് ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്തേ അവരിലേക്ക് അറസ്റ്റിലേക്ക് ഇവിടുത്തെ അന്വേഷണ സംഘം കടക്കാത്തത് എന്ന ചോദ്യമല്ലേ അതിന്റെ ഉത്തരമായി വരുന്നത്? എന്ന് വെച്ചാൽ എന്താ, അവരെയൊക്കെ പിടിച്ചാൽ, പ്രശാന്തിനെ പിടിച്ചാൽ, കടകംപള്ളിയെ പിടിച്ചാൽ, ആ ആളുകളൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും ഭരണ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും താങ്ങാൻ കഴിയാത്തതാണ് എന്നതുകൊണ്ടല്ലേ ഇപ്പോഴും ഒരു നടപടി പത്മകുമാറിനെതിരെ എടുക്കാത്തത്? നിങ്ങൾ ആലോചിക്കുക, പത്മകുമാർ പാർട്ടിക്കകത്തും പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്ന് തുറന്നു പറയേണ്ടത് വന്നതിന്റെ പേരിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും. അതാണ് ഇപ്പോഴത്തെ CPIM എന്നുള്ളത് അവരുടെ ആളുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പാർട്ടിക്കകത്ത് 2 ആളുകളുണ്ട്, 2 വിഭാഗം ആളുകളുണ്ട്. ആ രക്തസാക്ഷി ധനരാജ്, എന്താ പേര്, ആ രക്തസാക്ഷി പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവൻ, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരും ധീരരായ രക്തസാക്ഷികൾ. ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞു പിരിച്ച കോടികൾ, ആ കോടികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞിട്ട് അന്വേഷണം നടത്തിയ ആളുകൾ. ഇപ്പൊ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്, ഞങ്ങൾ പിരിച്ച പണം അതിന്റെ കണക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. വേണ്ട, ഞങ്ങളോട് പറയണ്ട, മാധ്യമങ്ങളോട് പറയണ്ട, പക്ഷെ നിങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച ഓഡിറ്റർ ഉണ്ടല്ലോ, പാർട്ടി ഏൽപ്പിച്ച ജില്ലാ കമ്മിറ്റി അംഗം, അയാളോട് പറയാൻ പാർട്ടിക്ക് ബാധ്യതയില്ലേ? ഞങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണമാണോ? മാധ്യമങ്ങൾ എവിടെന്നെങ്കിലും കുക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആരോപണങ്ങളാണോ? അല്ലല്ലോ. അവിടെ ആ പാർട്ടി ഇത് ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആളുകൾ പറയുന്നു ദശലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന്. അയാളുടെ ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവുണ്ടോ? അതിന് കൃത്യമായ വല്ല മറുപടി ഉണ്ടോ? ആ രക്തസാക്ഷി കുടുംബം, ഇപ്പൊ ഇന്നും ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ രക്തസാക്ഷിയുടെ കുടുംബത്തിൽ ഒരു വിവാഹം, ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ, ആ പങ്കെടുക്കുമ്പോ അടുത്ത് നിൽക്കുന്നത് ആ രക്തസാക്ഷിയുടെ, ധീരനായ രക്തസാക്ഷിയുടെ ഭാര്യ. അപ്പൊ ആ കുടുംബത്തിന്റെ അടുപ്പം ആരോടാ? CPIM ചില വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്.
അത് പഴയ പോലെ VS പിണറായി വിഭാഗീയതയല്ല. ഇപ്പോഴുള്ള വിഭാഗീയത ഭരണത്തെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും എന്നല്ല, രണ്ട് തട്ടിലേക്ക് ആ പാർട്ടിയുടെ ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പുറത്തു വരുന്നത്, ഇത്തരം കാര്യങ്ങൾ ധൈര്യസമേതം പുറത്തു വരുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ട് 50 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്കറിയാത്തതാണോ ഈ പാർട്ടി? കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നു. അപ്പൊ രക്തസാക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും അവർ ഒരു വശത്താണെങ്കിൽ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ മറുവശത്താണ്. ആ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതോടൊപ്പം പാർട്ടിയോട് സ്നേഹമുള്ള സഖാക്കളും ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന നാളുകളാണ് കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതുപോലെയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത്.